ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വീഡിയോ ക്ലാസ് മുതൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചുരുക്കി രൂപമാറ്റം വരുത്തിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ഫിസിക്സ് പഠിക്കുന്നു എന്ന് ധരിക്കരുത്. നമ്മളതിൻ്റെ അന്തസത്ത ചോദ്യങ്ങളുടെ ഉത്തര രൂപത്തിലാക്കി ഹ്രസ്വമായി, അതായത് ഷോർട്ടാക്കി പഠിക്കുകയാണ്. ഓക്കെ, ചാപ്റ്റർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ, നമ്മൾ പരീക്ഷയ്ക്ക് ഉദ്ദേശം 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എക്സാക്റ്റ് അല്ല എങ്കിലും ഇൻ ആൻഡ് അറൗണ്ട് ഒരു 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ്: എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഈ പേരാണ് പ്രശ്നം, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഏതെങ്കിലും ലോറൻസ് ഫോഴ്സ് അല്ല, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. നമ്മളിതിനു മുൻപും പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് ഈ ഫോഴ്സിനെ വിളിക്കുന്നത്. ഈ ഇക്വേഷൻ്റെ പേര് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്നാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് മാത്രം. ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ. ഇതാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനായിട്ട് അറിയപ്പെടുന്നത്. ദെൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ കാര്യങ്ങൾ മാറി. ഇത്തവണയും ലോറൻസ് ഫോഴ്സ് തന്നെ, പക്ഷേ ഇലക്ട്രിക് അല്ല, മറിച്ച് മാഗ്നറ്റിക്കാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. എന്താണ് ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ആൻസറാണിത്: ഫോഴ്സ് ഓൺ എ ചാർജ് മൂവിങ് വിത്ത് വെലോസിറ്റി വി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ വരയ്ക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിലൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഓക്കെ, വി എന്ന വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണ്. ഇതൊരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ക്യൂ. അത് വി എന്ന വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സഞ്ചാരം മൂലം ഈ ചാർജിലുണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. ആ ഇക്വേഷൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം, പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, ഇതാണ് ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അതിൽ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ വസ്തുവിൻ്റെ ചാർജാണ്, വി ഈ വസ്തുവിൻ്റെ വെലോസിറ്റിയാണ്, ബി അത് സഞ്ചരിക്കുന്ന സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്താണ്. ഇപ്പോൾ ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇത് ക്യൂ എന്ന ചാർജ് ഇ എന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്, ലോറൻസ് ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇത് ക്യൂ എന്ന ചാർജുള്ള വസ്തു വി എന്ന വെലോസിറ്റിയിൽ ബി എന്ന മാഗ്നറ്റിക് ഫീൽഡിലൂടെ സഞ്ചരിച്ചാൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്, ആ ചാർജിന് മേലുള്ള ഫോഴ്സാണ്. ദാറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻസാണ്. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. സപ്പോസ് ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അത് കൂടാതെ അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ഇവിടെ റെഡ് ലൈനിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇങ്ങനെയൊരു സ്ഥലത്തൂടെ ക്യൂ എന്ന ചാർജ് വി എന്ന വെലോസിറ്റിയിൽ സഞ്ചരിച്ചാൽ അതിന് മേലുണ്ടാകുന്ന ടോട്ടൽ ചാർജ് എത്രയാണെന്നൊരു ചോദ്യമാണ്. അത് ശരിക്കും ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനായിട്ടായിരിക്കും വരിക. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ അടുത്ത ഡിസ്കഷനും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമ്മുടെ നേരത്തെ പഠിച്ച മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ചെയ്യുന്ന വർക്കിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുക. നമുക്കറിയാവുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുകയാണ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. വെക്ടർ സൈനുകൾ ഞാൻ ഇടുന്നില്ലെന്നേ ഉള്ളൂ, വെക്ടറാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ക്രോസ് ബി എന്നൊരു കാര്യം റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്. ആ ഡയറക്ഷനായിരിക്കും ഫോഴ്സിനും ഉണ്ടാകുക. ശരി, പക്ഷേ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആരുടെ ക്രോസ് പ്രോഡക്റ്റ് ആണോ എടുക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഈ ക്രോസ് പ്രോഡക്റ്റ് റിസൾട്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് എഴുതിയാൽ സിയുടെ ഡയറക്ഷൻ ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും, എക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ വിക്കും പെർപെൻഡിക്കുലറാണ്,
ബിക്കും പെർപെൻഡിക്കുലറാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കാണുന്ന ഫോഴ്സ് വിക്കും പെർപെൻഡിക്കുലറാണ്, ബിക്കും പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് എനിക്ക് പറയാം ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വി, ഹെൻസ് പെർപെൻഡിക്കുലർ ടു ഡി. അതായത് വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെൻറ്റിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ അവിടുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് അല്ല, നമുക്ക് കണ്ടെത്തേണ്ടത് വർക്കാണല്ലോ. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി, അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമ്മൾ എഴുതാൻ കഴിയുക ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് 90 എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ നമ്മളെ സഹായിച്ചതാണ്. ഈ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു വി ആണ്, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ടു ഡിയുമാണ്. അതുകൊണ്ട് ഫോഴ്സിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഇടയിലുള്ള ആംഗിൾ 90 ആണ്. കോസ് 90 0 ആണ്. അതുകൊണ്ട് വർക്ക് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഒരുപക്ഷെ ഡെറിവേഷൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ എ പാർട്ടിൽ ഒരുപക്ഷെ ഇത് ചോദിക്കാം. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയാണ്? വർക്ക് 0 ആണ്. ഓക്കെ, ഐഡിയ ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ സമയം കളയാതെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക്ക് ഇതാണ്, എക്സ്പ്രഷൻ ഫോർ ലോറൻസ് ഫോഴ്സ്. ഇത്തവണ ഇലക്ട്രിക് എന്നോ മാഗ്നറ്റിക് എന്നോ പരാമർശിച്ചിട്ടില്ല, വെറുതെ ലോറൻസ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നതെല്ലാം കീവേഡുകളാണ്. നമുക്കറിയാം, നമ്മൾ കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ആദ്യത്തെ പേജിൽ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കും മാഗ്നറ്റിക്കും ഫീൽഡുള്ള ഒരു സ്ഥലത്തോടെ ക്യൂ എന്ന ചാർജ് വി വെലോസിറ്റിയിൽ പോയാൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്. വളരെ സിമ്പിളാണ്. എഫ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ പ്ലസ് ക്യു ഇൻറ്റു വി ക്രോസ് ബി. ഇതാണ് ഇക്വേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്, ഇത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ സിംപ്ലി ലോറൻസ് ഫോഴ്സ് കിട്ടും. ശരിയല്ലേ? ഇതിനെ അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. വെക്റ്റർ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വെക്റ്റർ ഇ പ്ലസ് വെക്റ്റർ വി ക്രോസ് വെക്റ്റർ ബി. ഇങ്ങനെയും എഴുതാം. അതായത് നമ്മൾ രണ്ട് ടേമിലുള്ള ക്യൂ പുറത്തെടുത്തു എന്ന് മാത്രം. ഇതിൽ ഏത് ഇക്വേഷനാണോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്നത് ആ ഇക്വേഷൻ ഓർത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ലോറൻസ് ഫോഴ്സിൻ്റെ രണ്ട് ഇക്വേഷൻസ്, രണ്ടും ഒന്ന് തന്നെ. ഏത് രൂപത്തിലാണോ ഓർക്കാൻ എളുപ്പം ആ രൂപത്തിൽ ഓർക്കുക എന്ന് മാത്രം. ഫൈൻ. അപ്പോൾ നമ്മൾ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ദെൻ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. ടെസ്ല എന്ന വാക്ക് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. യഥാർത്ഥത്തിൽ ടെസ്ല എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരുകൊണ്ടായിരിക്കില്ല പലപ്പോഴും നമ്മളൊക്കെ ടെസ്ലയെ ഓർക്കുന്നത്, എലോൺ മസ്കിൻ്റെ പേരിലായിരിക്കും അല്ലേ? യെസ്, അദ്ദേഹത്തിൻ്റെ കാർ നിർമ്മാണ കമ്പനി, ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയൊക്കെ നമുക്കറിയാം അല്ലേ? ടെസ്ല എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അതും SI യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് SI യൂണിറ്റ്. അതുകൂടാതെ മാഗ്നറ്റിക് ഫീൽഡിന് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഗോസ്. ക്യാപിറ്റൽ ലെറ്റർ G കൊണ്ട് സൂചിപ്പിക്കുന്ന ഗോസ് എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് തന്നെയാണ്. ഈ കൂടെ നമുക്ക് ഓർക്കാവുന്ന മറ്റൊരു കാര്യം ഇതാണ്, 1 ഗോസ് ഈസ് ഈക്വൽ ടു 10⁻⁻⁴ ടെസ്ല. ഇങ്ങനൊരു കൺവേർഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേക്കുക. എ പാർട്ടിലെങ്ങാനും ചോദിച്ചാൽ ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁻⁴ ടെസ്ലയാണ്. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, യെസ്, ഇവിടെ അത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് അത്ര കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ടോപ്പിക് ഇതാണ്, എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഡെറിവേഷനാണ്. ഓക്കെ, എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിനെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കറണ്ട് ഒഴുകുന്ന ഒരു വയറെടുത്ത് വെച്ചിരിക്കുകയാണ്. വയറിന് മേലൊരു ഫോഴ്സ് അനുഭവപ്പെടും. അതിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിളാണ്. ഏറ്റവും മിനിമം സ്റ്റെപ്പുകളിൽ പറയാം. ആദ്യം കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫോഴ്സ്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ചാർജ് ഓൺ ദി കണ്ടക്ടർ Q is equal to ENAL. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അത് നമ്മുടെ കൈവശമുള്ള കണ്ടക്ടറിലെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് Q is equal to ENAL എന്നാണ് ഓർക്കുക. ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, N നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടക്ടറിൻ്റെ ചാർജ് ഡെൻസിറ്റിയാണ്. അത് ഓരോ യൂണിറ്റ് ലെങ്തിലും അതിനുള്ളിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ള എണ്ണം. A നമ്മുടെ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്, L നമ്മുടെ കണ്ടക്ടറിൻ്റെ ലെങ്താണ്. ഫൈൻ. ഇനി അതിന് മേലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടെത്താൻ മതി. അപ്പോൾ നമുക്ക് എഴുതാം മാഗ്നറ്റിക് ഫോഴ്സ് F is equal to, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണല്ലോ, Q ഇൻറ്റു V ക്രോസ് B. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. F is equal to Q നമുക്കറിയാം ENAL ഇൻറ്റു V ക്രോസ് B ആണല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ ക്രോസ് പ്രോഡക്റ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്, ശ്രദ്ധിച്ചോണം. F is equal to ENAV then L ക്രോസ് B. ഇവിടെ എന്താ സംഭവിച്ചത്? V പുറത്താക്കി L അകത്താക്കി, L ക്രോസ് B എന്ന് എഴുതി. അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അങ്ങനെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന ടേം ഉണ്ടല്ലോ NEAV അല്ലെങ്കിൽ ENAV, ഇതെന്താണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഓർമ്മ വന്നോളും. F is equal to I ഇൻറ്റു L ക്രോസ് B. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഡെറിവേഷൻ്റെ റിസൾട്ടാണിത്. ENAV is equal to I, കറണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഒന്ന് പരിഷ്കരിച്ച് എഴുതാം. ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ F is equal to ILB സൈൻ തീറ്റ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്നുള്ളതാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ മേലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷനാണത്. F is equal to I ഇൻറ്റു L ക്രോസ് B അല്ലെങ്കിൽ F is equal to ILB സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലുണ്ടായിരിക്കുക. ഇനി ഈ പറഞ്ഞ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക എന്നറിയാൻ നമ്മളെ സഹായിക്കുന്ന റൂളാണിത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അതായത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ കൈവശമുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ മേലൊരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മളെ സഹായിക്കുന്ന റൂളാണിത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ, മിഡിൽ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, തമ്പ് എന്നിവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ളൊരു കോഡിംഗ് ആണ് നമ്മൾ ഈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇത്ര മാത്രം എഴുതാം. 4 ഫിംഗർ തരുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, direction of magnetic field. Then middle finger gives direction of current. കറണ്ടിൻ്റെ ഡയറക്ഷനാണ് മിഡിൽ ഫിംഗർ തരിക. ദെൻ തമ്പ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ തമ്പാണ് നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നത്. ഇപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതാൻ പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാൻ സാധിക്കുന്നവർ നോട്ട് ബുക്കിൽ നോക്കിയോ ടെക്സ്റ്റിൽ നോക്കിയോ ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക. അത് സാധിക്കാത്തവർ ഈ കാര്യം മാത്രം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരുന്നു, മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷൻ തരുന്നു, എങ്ങനെയെങ്കിൽ തമ്പ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നു. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ തരുന്നു. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഡിസ്കഷനാണ്. നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ഈ വാചകം ഒന്ന് ശ്രദ്ധയോടെ വായിക്കുക. ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് അണ്ടർഗോസ് സർക്കുലർ മോഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക്
പെർപെൻഡിക്കുലറായിട്ട് കയറി വരുന്ന മൂവ് ചെയ്ത് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്താണ് സംഭവിക്കുക? അത് സർക്കുലർ മോഷനിൽ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളൊരു ജസ്റ്റൊരു ഫിഗർ വരയ്ക്കാൻ ശ്രമിച്ചാൽ അത് എക്സാക്ട്ലി ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനൊരു ഫിഗർ വരയ്ക്കുകയാണ്. ഇതാ ഇവിടെ ഇൻറ്റു മാർക്ക് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ്. നമ്മൾ ഇങ്ങനെ വരച്ചല്ലോ. ഇങ്ങനെ കാണണമെങ്കിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ സൈഡിൽ നിന്ന് നോക്കണം. പക്ഷേ ഈ കാണുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഫേസിൽ നിന്ന് അങ്ങോട്ടാണ് നോക്കുന്നത്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ നിങ്ങളുടെ മുഖത്തിന് നേരെയാണ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ആരോയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ ഹെഡ് മാത്രമല്ലേ കാണാൻ പറ്റൂ, അതിൻ്റെ ബോഡി കാണാൻ പറ്റില്ലല്ലോ, അതിൻ്റെ പുറകിൽ മറഞ്ഞു പോകുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് ഡയറക്ഷൻ. ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആംഗിൾ 90 ആയി. കാരണം ഇവിടെ വരച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിന്റിൽ നിങ്ങളൊരു പേന കുത്തിപ്പിടിച്ചാൽ എങ്ങനെയാണോ മുകളിലേക്ക് നിൽക്കുന്നത് അങ്ങനെ മുകളിലേക്കാണ്, നിങ്ങളുടെ ഫേസിന് നേരെയാണ്. ഈ കാണുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ പാത്ത് ഈ മൊബൈലിൻ്റെ സ്ക്രീനിലൂടെയാണ്, അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ആയി. അതാ പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സർക്കുലർ മോഷനിലാവും. എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ കയറി വന്നുവെങ്കിലും അതിനുശേഷം അവൻ എന്ത് ചെയ്യും? സർക്കിൾ ചെയ്യാൻ തുടങ്ങും. സർക്കുലർ മോഷനിലായിരിക്കും. അതാണ് പറഞ്ഞത്. ആ സർക്കിളിനൊരു റേഡിയസും ഉണ്ടാകും. ആർ എന്നൊരു റേഡിയസും ഉണ്ടാകും. ഓക്കെ, ലെറ്റ്സ് മേക്ക് ഇറ്റ് മോർ ക്ലിയർ. ആ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ അവൻ സഞ്ചരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് മോഷനാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ കറക്കത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാകും. ആ ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് താഴെ പറയുന്നത്. F is equal to QB divided by 2πm. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് കേട്ടോ. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലറായിട്ട്, ആ വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്, പെർപെൻഡിക്കുലറായിട്ട് കടന്നു വരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലായിരിക്കും. അവൻ്റെ ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ്റെ ഇക്വേഷനാണത്. F is equal to QB by 2πm. അവിടെ Q ആ വസ്തുവിൻ്റെ ചാർജാണ്, B അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്, M ഈ വന്ന പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ വസ്തുവിൻ്റെ മാസാണ്. ക്ലിയർ? എന്നാൽ ഇതേ സാഹചര്യം തന്നെ മറ്റൊരു പോസിബിലിറ്റി കൂടെ ഇവിടെയുണ്ട്. അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്ററിങ് അറ്റ് ആൻ ആംഗിൾ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് അണ്ടർഗോസ് ഹെലിക്കൽ പാത്ത്. അതായത് 90ക്ക് പകരം മറ്റേതെങ്കിലും ഒരു ആംഗിളിലാണ് ഇവൻ വരുന്നതെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? ഹെലിക്കൽ പാത്തിൽ സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് 3D ഇമേജാണ്. ഒന്ന് മനസ്സിലാക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് എക്സ് ഡയറക്ഷനാണ്, ദിസ് ഇസ് വൈ, ദിസ് ഇസ് സെഡ്. ഒരു സൈഡിൽ നോക്കുന്ന പോലെയാണ്. നമ്മൾ റൂമിൻ്റെ ഒരു ഏകദേശം മധ്യത്തിൽ നിന്ന് അതിൻ്റെ ഒരു കോണിലേക്ക് നോക്കുന്നത് പോലെയുള്ളൊരു ഇമേജാണ്. ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഞാൻ ഇങ്ങനെ വരയ്ക്കണം അല്ലേ? എക്സ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫീൽഡ് ലൈൻസ് വരയ്ക്കേണ്ടത്. ഇതിലേക്ക് 90ക്ക് പകരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എൻ്റർ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക. ഇതാണ് അവൻ്റെ എൻ്ററിങ് പാത്ത്. അങ്ങനെയാണെങ്കിൽ ഈ വസ്തു സർക്കുലർ മോഷനോടൊപ്പം തന്നെ എക്സ് ഡയറക്ഷനിൽ ട്രാൻസ്ലേറ്ററി മോഷനും കൂടെ ചെയ്യുമെന്നാണ് ഈ പറഞ്ഞത്. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്താണ്. ശ്രദ്ധിച്ചോണം. അതെങ്ങനെയാണ് സംഭവിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഇനി സർക്കിൾ ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇവൻ മുന്നോട്ടും സഞ്ചരിക്കും. അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ സത്യം പറഞ്ഞാൽ കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കറങ്ങുന്നുണ്ട്. പക്ഷെ കറങ്ങുക മാത്രമല്ല, മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് സ്പ്രിങ്ങിൻ്റെ ബോഡിയിലൂടെ പോകുന്ന പോലെ ഇരിക്കും. സ്ലിങ്കി എന്നാണ് ഏറെക്കുറെ ഇത്തരം ഷേപ്പുകൾക്ക് പറയുന്നത്. സ്ലിങ്കി, സ്പ്രിങ്ങിൻ്റെ ഷേപ്പിന് നമ്മൾ അങ്ങനെ പറയാം, സ്ലിങ്കി. ഇതാണ് ഹെലിക്കൽ. ഇതിന് ഈ പാത്തിനെ വിളിക്കുക ഹെലിക്കൽ പാത്ത് എന്നാണ്. ഇത് ഒരേ സമയം സർക്കുലർ മോഷനിലും ആകുന്നുണ്ട് ഈ വസ്തു, പക്ഷേ ഇവൻ ഒരു എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ട്രാൻസ്ലേറ്ററി മോഷൻ ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹെലിക്കൽ പാത്ത് എന്ന് പറയും. മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇതാ ഇവിടുന്ന് സഞ്ചാരം സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഒബ്ജക്റ്റ് തിരിച്ച് അതേ പൊസിഷനിൽ വരുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക പിച്ച് എന്നാണ്. അതായത് ഒരു വട്ടം സർക്കുലർ മോഷൻ നടത്തിയപ്പോൾ മുന്നോട്ട് എന്തോരം പോയി എന്നുള്ളതാണ് പിച്ച് എന്ന് പറയുന്നത്. ഈ ദൂരത്തെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സവിശേഷത കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് താഴെ പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫൈൻ പിച്ച് ഓഫ് ദി ഹെലിക്കൽ പാത്ത്.
ഹെലിക്കൽ പാത്തിൻ്റെ പിച്ച് ഡിഫൈൻ ചെയ്യുക. നോക്കുക, ദ ലീനിയർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂറിങ് വൺ റെവല്യൂഷൻ ഈസ് കോൾഡ് പിച്ച് ഓഫ് ദി ഹെലിക്കൽ പാത്ത്. ഒരു വട്ടം റെവല്യൂഷൻ നടത്തിയപ്പോൾ ഇവൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അഥവാ എക്സ് ഡയറക്ഷനിൽ എത്രത്തോളം സഞ്ചരിച്ചു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, പിച്ച് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ പിച്ചിൻ്റെ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, സ്മോൾ ലെറ്റർ പി ഈസ് ഈക്വൽ ടു ടി വി കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ടി എന്ന് പറയുന്ന ടൈം പീരീഡാണ്, വി അവൻ്റെ വെലോസിറ്റിയാണ്, ടി വി കോസ് തീറ്റ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിച്ചിൻ്റെ ഇക്വേഷനാണത് ടി വി കോസ് തീറ്റ. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ. നമ്മൾ വീണ്ടും 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ കുറച്ചെണ്ണം 4th ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നമുക്ക് ജയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.